കോഴിക്കോട് പേരാമ്പ്രയിലെ സ്ട്രോങ് റൂം വിവാദത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓൺലൈൻ ഹിയറിംഗ് ആരംഭിച്ചു. DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാറിന്റെ പരാതിയിൽ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഈ പരാതി കേൾക്കും. 3 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ബെൻസൺ ബാബു ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ബെൻസൺ, എന്തായാലും ആദ്യം ഇത്തരത്തിലുള്ള ഒരു പരാതിയുടെ തുടക്കം തന്നെ പേരാമ്പ്രയിലാണ്. അത് ഉയർത്തിക്കൊണ്ടുവന്ന നേതാവ് കൂടിയാണ് പ്രവീൺകുമാർ. എന്തായാലും ആ ഹിയറിംഗ് തുടങ്ങിയിരിക്കുന്നു. മറ്റു വിശദാംശങ്ങൾ. അതെ രജീഷ്, ഓൺലൈൻ ഹിയറിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഹർജിക്കാരനായ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺകുമാറിനെ ഓൺലൈനായി കേട്ട് 3 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നതായിരുന്നു ഹൈക്കോടതി ഇലക്ഷൻ കമ്മീഷനോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഓൺലൈനായി ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പേരാമ്പ്രയിലെ സ്ട്രോങ് റൂം അനധികൃതമായി തുറന്നു എന്നുള്ളതായിരുന്നു UDFന്റെ പരാതി, കോൺഗ്രസിന്റെ പരാതി. അതുമാത്രമല്ല, പേരാമ്പ്രയുടേത് മാത്രമല്ല, കൊയിലാണ്ടി മണ്ഡലത്തിലെ സ്ട്രോങ് റൂമിന് സമീപത്തായി ഉദ്യോഗസ്ഥർ എത്തിയതിനെ സംബന്ധിച്ചും പരാതിയിൽ പറയുന്നുണ്ട്. ഇവ രണ്ടിലും വലിയ രീതിയിലുള്ള അട്ടിമറി സാധ്യതയാണ് നിലനിൽക്കുന്ന. അട്ടിമറിക്കുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും UDFന്റെയും ആരോപണമായി ഉയർന്നു വന്നിട്ടുള്ളത്. പക്ഷേ ഈ വിഷയത്തിൽ ജില്ലാ കളക്ടർ മുൻപ് തന്നെ വിശദീകരണം നൽകിയിട്ടുള്ളതാണ്. വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള നിയമലംഘനങ്ങളും നടന്നിട്ടില്ല, ചട്ടവിരുദ്ധമായൊന്നും നടന്നിട്ടില്ല എന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ നിയമ നടപടിയുമായി DCC നേതൃത്വം കോടതിയെ സമീപിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ കമ്മീഷനോട് കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം വിവരം നൽകാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഓൺലൈൻ ഹിയറിംഗ് നടക്കുന്നത്. ഓൺലൈൻ ഹിയറിംഗിന് ശേഷം എന്താണ് വ്യക്തമാക്കിയതെന്നത് സംബന്ധിച്ച് DCC പ്രസിഡന്റ് പ്രവീൺകുമാർ മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. രജീഷ്.